വെൽക്കം ടു ബ്രൈറ്റ് മൈൻഡ്സ് ഹബ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം അല്ലേ. നമ്മൾ പുതുതായിട്ട് നോട്ടിഫിക്കേഷൻസ് വന്ന് ഒരു 1.5 മാസമൊക്കെ കഴിഞ്ഞു. കമ്പനി ബോർഡ് LGSൻ്റെ എക്സാം ഏകദേശം ജൂലൈയിലാണ് വരുന്നത്. ഇനി ഒരു 100 ഡേയ്സ് നമുക്കുണ്ട്, ഒരു 6 മാസമുണ്ട്. അപ്പോൾ ഈ ഒരു 6 മാസം കൊണ്ട് നമ്മൾ ഏതൊരു രീതിയിലാണ് ഈ ഒരു കമ്പനി ബോർഡ് LGS എക്സാമിനെ അഭിമുഖീകരിക്കേണ്ടത് എന്നുള്ള ഒരു കാര്യമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കമ്പനി ബോർഡ് LGS എക്സാമിൻ്റെ സിലബസ് എല്ലാവരും നോക്കിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മെയിൻലി നമുക്ക് വരുന്നത് കറണ്ട് അഫേഴ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ജനറൽ നോളജ് ഉണ്ടായിരിക്കും, മാത്സ് ഉണ്ടായിരിക്കും, സയൻസ് ഉണ്ടായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ ഇതിൽ നമ്മൾ ഏറ്റവും ആദ്യം ഏത് തുടങ്ങണം എന്നൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് തുടങ്ങുന്നത് എപ്പോഴും കറണ്ട് അഫേഴ്സിൽ നിന്നായിരിക്കണം. കാരണം കറണ്ട് അഫേഴ്സ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ കൂടെ കുറച്ചധികം റിലേറ്റഡ് ഫാക്ട്സ് കൂടി പഠിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ 2025 ജാനുവരിയിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ 2025 ജാനുവരിയിൽ ഒരു കറണ്ട് അഫെയർ പഠിക്കുകയാണ് എന്ന് വിചാരിക്കുക. അപ്പം January 15 എന്ന് പറയുന്ന ആ ഒരു ഡേ നമ്മുടെ കരസേനാ ദിനം, അതുപോലെ 25 എന്ന് പറയുന്നത് നമ്മുടെ വോട്ടേഴ്സ് ഡേ ആണ് അല്ലേ. അതുപോലെ അങ്ങനെ നമ്മൾ പഠിക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ January 26 നമ്മുടെ റിപ്പബ്ലിക് ദിനം ആചരിക്കുന്നു. റിപ്പബ്ലിക് ദിനത്തിൽ ആരാണ് മുഖ്യാതിഥി വന്നത്, അങ്ങനെയുള്ള കുറേയധികം റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കുന്നതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യും, പല പല ചരിത്രത്തിലെ കുറച്ചധികം ഫാക്ട്സ് നമ്മൾ നോക്കും. ഫോർ എക്സാമ്പിൾ 1950 January 26 നമുക്ക് റിപ്പബ്ലിക്കായി, അങ്ങനെ കുറച്ചധികം റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കും. അപ്പോൾ അതൊക്കെ വളരെ ബേസിക് ഫാക്ട്സാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിലോട്ട് പോകാം. കമ്പനി ബോർഡ് LGSൻ്റെ കറണ്ട് അഫേഴ്സ് January 2025 മുതലുള്ളത് നമ്മൾ പഠിക്കാൻ പോവാണ്. വളരെ കുറച്ച് ക്ലാസ്സുകൾ കൊണ്ട് തന്നെ ഏകദേശം ഒരു മാസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു 1 ഇയറിലെ മൊത്തം കറണ്ട് അഫേഴ്സും നമ്മളിവിടെ തീർക്കുന്നതായിരിക്കും. അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ പഠിക്കണം. ഓക്കെ, നമ്മൾ നേരെ ക്ലാസ്സിലോട്ട് പോവാണ്. ഒന്ന് വെയിറ്റ് ചെയ്യാൻ, ഞാനൊരു പെൻസിൽ ടൂളൊന്ന് എടുത്തോട്ടെ. ഓക്കെ ഓക്കെ അപ്പോൾ എല്ലാവരും നോക്കാം. ഈ ഒരു കറണ്ട് അഫയേഴ്സ് January 2025 ഇതൊരു റിട്ടൺ നോട്ടാണ്. നമുക്കെപ്പോഴും പല രീതിയിലുള്ള നോട്ട് നമ്മുടെ കയ്യിൽ കിട്ടുമെങ്കിലും റിട്ടൺ ആയിട്ടുള്ള നോട്ട് നമുക്ക് എല്ലാവർക്കും വേണം അല്ലേ. അപ്പം നിങ്ങൾക്ക് നോട്ട് എഴുതാനുള്ള എളുപ്പത്തിനും കൂടിയാണ് ഞാൻ റിട്ടൺ ആയിട്ടുള്ള നോട്ട് തന്നെ കൊണ്ടുവന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം. നമ്മുടെ ഈ 2025 ജാനുവരിയിലെ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 76ാമത് റിപ്പബ്ലിക് ദിനമാണ്. ഓക്കെ, 76ാമത് റിപ്പബ്ലിക് ദിനമാണ് January 2025 നമ്മൾ ആചരിച്ചത്. അതിൻ്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് പ്രമേയം? സുവർണ ഭാരത് എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു പ്രമേയമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ ഈ ഒരു January 2025 കാര്യം പറഞ്ഞ സമയത്ത് അപ്പം തന്നെ നമ്മൾ പോവാണ് 24 എന്തായിരിക്കും അപ്പോൾ പ്രമേയം. 24 നമുക്ക് ഒരു August 15 നമ്മൾ ആചരിച്ചു അല്ലേ. അത് കഴിഞ്ഞ് 25 റിപ്പബ്ലിക് ദിനം നമ്മൾ ആചരിച്ചു. അപ്പോൾ August 15 2024 ഒരു പ്രമേയം എന്തായിരുന്നു? സ്വാതന്ത്ര്യദിന പ്രമേയം എന്ന് പറയുന്നത് വികസിത ഭാരതമായിരുന്നു. വികസിത ഭാരതം. അപ്പോൾ നമ്മൾ ഇതുവരെ 2 പ്രമേയം പഠിച്ചു. നമ്മുടെ 2025 January 26 നമ്മൾ റിപ്പബ്ലിക് ദിനം ആചരിക്കുന്നു. അത് എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ്? 76ാമത് റിപ്പബ്ലിക് ദിനമാണ്. അതുപോലെ 2024 നമ്മൾ കുറച്ച് നാൾ പുറകോട്ട് പോകുന്നു. അന്നേരം August 15 സ്വാതന്ത്ര്യദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? വികസിത ഭാരതം എന്നുള്ളതായിരുന്നു. ഈ 2 കാര്യങ്ങൾ മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് അത് ഉറപ്പിക്കുക. ഓക്കെ, അപ്പം ഞാനിപ്പം ഇത് 2 തവണ പറഞ്ഞു, നിങ്ങളും എന്നെപ്പോലെ തന്നെ 2 തവണ പറയുക, അത് മനസ്സിലുറപ്പിക്കുക. അതുപോലെ 2025-26 കേന്ദ്ര ബജറ്റ് പ്രമേയം, നമ്മൾ കഴിഞ്ഞ കൊല്ലം ബജറ്റ് അവതരിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ പ്രമേയം എന്തായിരുന്നു? സബ്കാ വികാസ് എന്നുള്ളതായിരുന്നു പ്രമേയം. അതും ഓർത്തിരിക്കുക. അപ്പോൾ 2025-26 സമയത്തുള്ള പ്രമേയത്തിന് ബജറ്റിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ബജറ്റിൻ്റെ പ്രമേയം സബ്കാ വികാസ്. അപ്പോൾ നമ്മൾ 3 പ്രമേയങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ 3 പ്രമേയങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക,
വളരെ കൃത്യമായിട്ട് ഒരിക്കലും മറക്കാത്ത രീതിയിൽ നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുക, മൈൻഡിൽ ഫിക്സ് ചെയ്യുക. 76ാമത് റിപ്പബ്ലിക് ദിനമായിരുന്നു കഴിഞ്ഞ കൊല്ലം ആചരിച്ചത്. എന്തായിരുന്നു പ്രമേയം? സുവർണ ഭാരത്. ഓക്കെ, നമ്മളൊരു സുവർണ ഭാരതം ആണ് എന്നുള്ള രീതിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് വെച്ചിട്ട് നമ്മൾ അതിനെ ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ 2024 നമ്മുടെ ആഗസ്റ്റ് 15 അതിന് സ്വാതന്ത്ര്യദിന പ്രമേയം എന്തായിരുന്നു? വികസിത ഭാരത്. അതുപോലെ 2025-26 ബജറ്റ് അവതരിപ്പിച്ചു, അതിൻ്റെ പ്രമേയം എന്തായിരുന്നു? സബ്കാ വികാസ്. എല്ലാം നമ്മളൊരു വികസിതം, സുവർണം, സബ്കാ വികാസ് അങ്ങനെ എല്ലാം ഒരു കണക്റ്റഡ് ആണല്ലോ. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചു എന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ എന്തിലോട്ട് കിടക്കുകയാണ്? ജനുവരി 26, 2025 നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ മുഖ്യാതിഥിയിലോട്ട് കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ മുഖ്യാതിഥി എന്ന് പറയുന്ന ആ ഒരാളെ പറ്റി പറയുന്ന സമയത്ത് നമുക്ക് പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് വരാം. കാരണം എല്ലാ വർഷവും നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിന് ഓരോരോ ആൾക്കാരും മുഖ്യാതിഥികളായിട്ട് വരും. മനസ്സിൽ ഉറപ്പിച്ച് തന്നെ വയ്ക്കുക, 2025 അതായത് കഴിഞ്ഞ കൊല്ലം നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിന് നമുക്ക് വന്ന മുഖ്യാതിഥി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ പ്രഭോവോ സുബിയാന്തോ എന്ന് പറയുന്ന ഒരാളാണ്. പ്രഭോവോ സുബിയാന്തോ എന്ന് പറയുന്ന ആളാണ്. പുള്ളിക്കാരൻ ആരാണ്? ഇന്തോനേഷ്യയുടെ പ്രസിഡൻ്റാണ്. എന്നുള്ളതാണ്. ഓക്കെ, ഇന്തോനേഷ്യയുടെ പ്രസിഡൻ്റാണ്. ഒരു കാര്യം ആലോചിച്ച് വയ്ക്കുക. അതുപോലെ അപ്പം നമ്മൾ 2025 76ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച സമയത്ത് മുഖ്യാതിഥി പ്രഭോവോ സുബിയാന്തോ ആണ്. അദ്ദേഹം ഇന്തോനേഷ്യയുടെ പ്രസിഡൻ്റാണ് എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ റിപ്പബ്ലിക് ദിനം ആചരിച്ച സമയത്ത് ആരായിരുന്നു മുഖ്യാതിഥി എന്ന് ചോദിച്ചാൽ അതും ഒരു ഇന്തോനേഷ്യൻ പ്രസിഡൻ്റ് തന്നെയായിരുന്നു. അന്നത്തെ ഇന്തോനേഷ്യൻ പ്രസിഡൻ്റ് ആരായിരുന്നു? സുകാർണ എന്ന് പറയുന്ന ഒരാളായിരുന്നു അന്നത്തെ ഇന്തോനേഷ്യൻ പ്രസിഡൻ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പം വളരെ കുറച്ച് ഫാക്ട്സേ പറഞ്ഞുള്ളൂ, പക്ഷേ കുറച്ചധികം നമ്മൾക്ക് റിപ്പീറ്റ് ചെയ്ത് വായിച്ചില്ലെങ്കിൽ നമ്മൾ മറന്നു പോകുന്ന ഫാക്ട്സ് തന്നെയാണ്. അപ്പം റിപ്പീറ്റ് ചെയ്ത് ആലോചിക്കുക. 76ാമത് റിപ്പബ്ലിക് ദിനം നടക്കുന്നു. അതിൻ്റെ പ്രമേയം എന്തായിരുന്നു? സുവർണ ഭാരതമായിരുന്നു. 2024 ഓഗസ്റ്റ് 15 നമ്മുടെ സ്വാതന്ത്ര്യദിനം നമ്മൾ ആചരിച്ചു. അതിൻ്റെ വികസിത ഭാരതമായിരുന്നു അതിൻ്റെ പ്രമേയം. അതുപോലെ സബ്കാ വികാസ് എന്ന് പറയുന്നത് കഴിഞ്ഞ കൊല്ലത്തെ ബജറ്റിൻ്റെ പ്രമേയമായിരുന്നു. അതുപോലെ കഴിഞ്ഞ കൊല്ലം റിപ്പബ്ലിക് ദിനം ആചരിച്ച സമയത്ത് ആരായിരുന്നു മുഖ്യാതിഥി? അത് പ്രഭോവോ സുബിയാന്തോ ആണ്. അദ്ദേഹം ഒരു ഇന്തോനേഷ്യൻ പ്രസിഡൻ്റാണ്, ഇപ്പോഴത്തെ ഇന്തോനേഷ്യൻ പ്രസിഡൻ്റാണ്. അതുപോലെ തന്നെ ആദ്യം ആചരിച്ച സമയത്ത് ആദ്യത്തെ റിപ്പബ്ലിക് ദിനത്തിലും ഒരു ഇന്തോനേഷ്യൻ പ്രസിഡൻ്റ് ആയിരുന്നു മുഖ്യാതിഥി. അദ്ദേഹത്തിൻ്റെ പേര് സുകാർണ എന്ന് പറയുന്ന ആയിരുന്നു. ഇനി നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിനാണല്ലേ നമ്മുടെ എന്ത് പ്രഖ്യാപിക്കുന്നത്? പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത്. അപ്പം ഈ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്ന സമയത്ത് അതിനകത്തുള്ള മലയാളികളുടെ പേരെന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് മലയാളികൾ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ 2024 ഡിസംബർ 25 മരിച്ചുപോയ നമ്മുടെ MT വാസുദേവൻ നായർ. എന്താണ് നമുക്കറിയാമല്ലേ, ഒത്തിരിയധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, നോവലുകൾ എഴുതിയിട്ടുണ്ട്, സിനിമയ്ക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരിയധികം കാര്യങ്ങൾ ചെയ്ത ഒരു പ്രശസ്തനായിട്ടുള്ള വ്യക്തി 2024 ഡിസംബർ 25 മരിച്ചതിന് ശേഷം ഏകദേശം അടുത്ത മാസം തന്നെ നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിൽ അദ്ദേഹത്തിന് മരണാനന്തരം അദ്ദേഹത്തിന് എന്ത് കൊടുക്കുകയാണ്? പത്മവിഭൂഷൺ കൊടുക്കുകയാണ്. അദ്ദേഹത്തിന് എന്ത് പുരസ്കാരമാണ്? പത്മ പുരസ്കാരം എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് പത്മഭൂഷണാണോ, പത്മവിഭൂഷണാണോ, പത്മശ്രീ ആണോ എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക. അദ്ദേഹത്തിന് കിട്ടിയത് പത്മവിഭൂഷണാണ്. പത്മവിഭൂഷൺ. ഓക്കെ, ആർക്കാണ്? MT വാസുദേവൻ നായർ മരണാനന്തരമാണ് കിട്ടിയത്. അദ്ദേഹം മരിച്ചതും വേണമെങ്കിൽ നോട്ട് ചെയ്യാം, അത് ചോദിക്കാൻ അത്ര സാധ്യതയൊന്നുമില്ല, എന്നാലും നമുക്ക് നോട്ട് ചെയ്യാം. നോട്ട് ചെയ്യേണ്ട കാര്യം മരണാനന്തരം കിട്ടി എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ചിലപ്പോൾ ചോദിക്കാം, 2025 ജനുവരി റിപ്പബ്ലിക് ദിനത്തിൽ മരണാനന്തര ബഹുമതിയോട് ആയി ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാരന് പത്മവിഭൂഷൺ കിട്ടി, അതാരാണ്? ഒരു മലയാളിയാണ് എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് പോയിൻറ്റ്സ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് തരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ എന്ത് പറയാൻ പറ്റും? അത് MT വാസുദേവൻ നായരാണ്. അപ്പോൾ അത് അറിഞ്ഞിരിക്കണമെങ്കിൽ MT വാസുദേവൻ നായരിന് ഇത് കിട്ടി എന്നുള്ളത് നമ്മൾ അറിയണം. ഓക്കെ, അതിന് അടുത്തത് രണ്ടാമത്തെ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ PR ശ്രീജേഷ്. അതുപോലെ തന്നെ ജോസ് ചാക്കോ പെരിയപുരം. PR ശ്രീജേഷ് ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ, വളരെ പ്രശസ്തനായിട്ടുള്ള ഹോക്കി താരമാണ് PR ശ്രീജേഷ് എന്ന് പറയുന്നത്. ജോസ് ചാക്കോ പെരിയപുരം അതാരാണ്? എനി ഐഡിയ ആർക്കെങ്കിലും? ജോസ് ചാക്കോ പെരിയപുരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മുടെ ആദ്യത്തെ ഹൃദയ ശസ്ത്രക്രിയ നടത്തിയ മറ്റേ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഹൃദയ ശസ്ത്രക്രിയ നടത്തി വളരെ വിജയകരമായി പൂർത്തിയാക്കിയ അദ്ദേഹമാണ് ജോസ് ചാക്കോ പെരിയപുറം എന്ന് പറയുന്നത്. ഇവർക്ക് രണ്ടു പേർക്കും എന്താണ് കിട്ടിയത്? പത്മഭൂഷണാണ്. പത്മവിഭൂഷണാണ് MT വാസുദേവൻ നായർക്ക് കിട്ടിയതെങ്കിൽ പത്മഭൂഷണാണ് PR ശ്രീജേഷിനും ജോസ് ചാക്കോ പെരിയപുറത്തിനും കിട്ടിയത് എന്നുള്ളത് ആലോചിച്ചിരിക്കാം. അതുപോലെ തന്നെ അടുത്ത പോയിന്റ്, അടുത്ത മലയാളി ആരാണ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ഒരു മലയാളിയുടെ പേര് പറഞ്ഞു, MT വാസുദേവൻ നായർ. പിന്നെ നമ്മൾ 2 പേരുടെ പേര് പറഞ്ഞു, PR ശ്രീജേഷും ജോസ് ചാക്കോ പെരിയപുറവും. 2 പേർക്കും പത്മഭൂഷണായിരുന്നു. അതുപോലെ തന്നെ മൂന്നാമത് പറഞ്ഞതാണ് ഡോക്ടർ K ഓമനക്കുട്ടിയമ്മ എന്ന് പറയുന്ന ആൾ. ഡോക്ടർ K ഓമനക്കുട്ടിയമ്മ എന്ന് പറയുന്നത് പ്രശസ്തയായിട്ടുള്ള നമ്മുടെ KS ചിത്ര എന്ന് പറയുന്ന പ്രശസ്ത ഗായികയുടെ ഗുരുവാണ് എന്നുള്ളതാണ്. ഓക്കെ, ഗുരുനാഥയാണ്. വളരെ പ്രശസ്തിയായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഡോക്ടർ K ഓമനക്കുട്ടിയമ്മ എന്ന് പറയുന്നത്. അതുപോലെ IM വിജയൻ, നമുക്കറിയാലോ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ഒരു കായിക താരം തന്നെയാണ് IM വിജയൻ എന്ന് പറയുന്നത്. ഇവർക്ക് 2 പേർക്കുമാണ് പത്മശ്രീ കിട്ടിയത്. അപ്പോൾ നമ്മൾ 5 മലയാളികളുടെ പേരാണ് പറഞ്ഞത്. MT വാസുദേവൻ നായർ, PR ശ്രീജേഷ്, കയ്യിൽ കൗണ്ട് ചെയ്തുകൊണ്ട് ഓർത്തെടുത്ത് പറയാം. PR ശ്രീജേഷ്, ജോസ് ചാക്കോ പെരിയപുറം, അതുപോലെ തന്നെ ഡോക്ടർ K ഓമനക്കുട്ടിയമ്മ, പിന്നെ IM വിജയൻ. ഇത്രയും പേർക്കാണ് പത്മ പുരസ്കാരങ്ങൾ കിട്ടിയത്. അതിനുശേഷം ഓരോന്നും ആർക്കാണ് കിട്ടിയത്? പത്മശ്രീ കിട്ടിയത് IM വിജയനും ഡോക്ടർ K ഓമനക്കുട്ടിയമ്മയ്ക്കും. പത്മഭൂഷൺ കിട്ടിയത് PR ശ്രീജേഷിനും അതുപോലെ ജോസ് ചാക്കോ പെരിയപുറത്തിനും. പത്മവിഭൂഷൺ കിട്ടിയത് ആർക്കാണ്? വിഭൂഷൺ കിട്ടിയതാണ് നമ്മുടെ MT വാസുദേവൻ നായർക്ക്. ഇനി നമ്മൾ കുറച്ചധികം കാര്യങ്ങളിപ്പം ഡിസ്കസ് ചെയ്തു ഫസ്റ്റ് പേജിൽ തന്നെ. നിങ്ങൾക്ക് ഒത്തിരി ഒരു ഫാക്ട്സ് എന്നുള്ള രീതിയിലല്ല, എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറക്കാൻ സാധ്യതയുള്ള റിപ്പീറ്റ് അടിച്ച് നമ്മൾ നോക്കേണ്ട കുറച്ച് ഫാക്ട്സാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇനി അടുത്തത് നമ്മൾ ജനുവരി 2025 കുറച്ചധികം പദ്ധതികൾ വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന പദ്ധതി എന്ന് പറയുന്നത് കവചം എന്നുള്ളതാണ്. കവചം എന്ന് പറയുന്നത് ഒരു ദുരന്ത സാധ്യത മുന്നറിയിപ്പ് നൽകുന്നതിനുള്ള ഒരു സംവിധാനമാണ്. ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന പിക്ചർ കവചാണ് കേട്ടോ. നിങ്ങൾക്ക് ഒരു മാറിപ്പോവൽ എന്ന് പറയുന്ന ഒരു സംഭവം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 പദ്ധതികളും എടുത്തെടുത്ത് പറയുന്നത്. കവചിൻ്റെ കാര്യം ഞാനിവിടെ എഴുതിയിട്ടില്ല, കവചമാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. നോട്ട് ചെയ്യുക, രണ്ടും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, കവച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ട്രെയിനുകൾ കൂട്ടിമുട്ടുന്ന ആ ഒരു സംഭവം, അതുമായി ബന്ധപ്പെട്ടൊരു പദ്ധതിയാണ്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് അത് നടക്കാതിരിക്കാനുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ എന്തെന്ന് പറയുന്ന കവച് എന്ന് പറയുന്നത്. പക്ഷേ കവചം എന്ന് പറയുമ്പം അത് കേരളത്തിൻ്റെ ഒരു പദ്ധതിയാണ്, കേരളത്തിൻ്റെ ഒരു സംവിധാനമാണ്. നമുക്ക് ഈ ഒരു വെള്ളം കയറുക പോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ദുരന്തങ്ങൾക്ക് ആ ഒരു മുന്നറിയിപ്പ് നൽകണമല്ലോ. നമ്മൾ ഇപ്പം ദുരന്ത സാധ്യത മുൻകൂട്ടി നമ്മൾ അറിയാൻ സാധിക്കുകയാണെങ്കിൽ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അത്തരത്തിൽ ദുരന്ത സാധ്യത മുന്നറിയിപ്പ് നൽകുന്നതിനുള്ള ഒരു സംവിധാനമാണ് കവചം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു അതല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളെ ദുരന്തത്തിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അത് വെച്ചിട്ട് നമ്മൾ ആലോചിക്കുക. അതുപോലെ സമ്പൂർണ്ണ പ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കുട്ടികളെ രക്ഷിതാക്കളും കുട്ടികളും തമ്മിലുള്ള ആ ഒരു സംഭവമാണ്. അതായത് നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ടോ, അവർ പഠിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ കൃത്യമായി ക്ലാസ്സുകളിൽ കയറുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കണം. അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ ഒരു സമ്പൂർണ്ണ പ്ലസ് എന്ന് പറയുന്നത്. ആ ഒരു കാര്യം ആലോചിച്ച് വയ്ക്കുക. അപ്പം മെയിനായിട്ട് 2025 ജനുവരിയിൽ വന്നിട്ടുള്ള 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന് കവചം, എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ദുരന്ത ആ ഒരു സാധ്യതയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളത്. സമ്പൂർണ്ണ പ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് രക്ഷിതാക്കളിലേക്ക് എത്തിക്കുന്നതിനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ DDAD, ഇത് വായിക്കേണ്ടത് ഇങ്ങനെയാണ്. D കഴിഞ്ഞിട്ടൊരു ഹൈഫൻ ഇട്ടിട്ട് ഡാഡ് എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. DDAD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ ഡി അഡിക്ഷൻ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം ആയിട്ട് പറയാനുള്ളത്. അതായത് നമ്മളിപ്പം ഇതൊരു സോഷ്യൽ മീഡിയ കാലഘട്ടമാണല്ലേ, എല്ലാവരും തന്നെ എന്താണ് നമ്മുടെ ഡിജിറ്റൽ മീഡിയയ്ക്ക് അഡിക്റ്റാണ്. അപ്പോൾ ആ ഒരു അഡിക്ഷൻ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ് പോലെയുള്ള അഡിക്ഷൻ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ കാതോർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വേറൊരു സംവിധാനമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഈ ഒരു ഗാർഹിക പീഡനം അനുഭവിക്കുന്ന കുറേയധികം സ്ത്രീകളുണ്ട്. ആ ഒരു സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വനിതാ ശിശു വകുപ്പ് ഉണ്ടാക്കിയിട്ടുള്ളൊരു സംവിധാനമാണ് കാതോർത്ത് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഡിസ്നി മാതൃക എന്ന് പറയുന്ന ഒരു സംവിധാനവും
നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കേരള ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട്. അത് ഏത് സ്ഥലത്താണ് ഡിസ്നി മാതൃക എന്ന് പറയുന്ന പദ്ധതി വരുന്നത്? ആതിരപ്പള്ളിയിലാണ്. അത് നമ്മുടെ അമേരിക്കയിലുള്ള ഒരു ഡിസ്നി ലാൻഡ് എല്ലാവർക്കും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ മാതൃകയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കേരള ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അപ്പം ഇത് മനസ്സിലാക്കുക. ഡിസ്നി മാതൃക എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ആതിരപ്പള്ളിയിൽ ഈ ഒരു ജനുവരി ആ ഒരു സമയത്ത് നടപ്പിലാക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കാതോർത്ത് എന്ന് പറയുന്ന ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ടതാണ്. ഡാഡ് എന്ന് പറയുന്ന അഡിക്ഷൻ, അതുമായി ബന്ധപ്പെട്ടതാണ്. സമ്പൂർണ്ണ പ്ലസ് നമ്മുടെ കുട്ടികളെപ്പറ്റി രക്ഷിതാക്കൾ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. കവചം ദുരന്തത്തിനുള്ള ആ ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയും പോയിൻറ്റ്സ് നമ്മളിത് റിപ്പീറ്റ് ചെയ്ത് വായിക്കും. ഇപ്പം ഞങ്ങൾ ഈ ഒരു ക്ലാസ് എടുക്കുന്ന ആ ഒരു സമയത്ത്, ക്ലാസ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇത് റിപ്പീറ്റ് അടിച്ച് വീണ്ടും വായിക്കാം. എന്തൊക്കെയാണ് പറഞ്ഞത് ഒരു ദിവസം നമ്മൾ അധികം ഒന്നും പഠിച്ചില്ലെങ്കിലും പഠിച്ച കാര്യങ്ങൾ കുറേ തവണ വായിച്ചാൽ നമുക്കത് എപ്പോഴും എടുത്ത് വായിക്കേണ്ട ആവശ്യമില്ല. ഒത്തിരി തവണ ഇരുന്ന് വായിക്കുക. ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്ന പോലെ വായിക്കുക. ഒരു 3-4-5 തവണയെങ്കിലും നമ്മൾ പഠിച്ച സാധനം വായിച്ച് മനസ്സിൽ ഉറപ്പിക്കുക. ശരിക്കും നമ്മൾ പഠിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ അത് വെറുതെ ഒരു തത്തമ്മ പൂച്ച പഠിത്തത്തിലല്ല കാര്യം. നമ്മൾ അറിവ് നേടുന്ന സമയത്ത് നമുക്ക് അതുകൊണ്ട് പരീക്ഷയ്ക്കും കൂടെ ഒരു പ്രയോജനം ഉണ്ടാവുന്നു എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നുണ്ടല്ലേ, കേരളത്തിൽ നടക്കുന്നുണ്ടല്ലേ എന്നുള്ളൊരറിവ്, അതാണ്. അതുപോലെ തന്നെ അടുത്തതാണ് നമ്മുടെ സ്കിൻ ബാങ്ക് എന്ന് പറയുന്നത്. നമ്മൾ ബ്ലഡ് ബാങ്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. നമുക്ക് ബ്ലഡൊക്കെ ആവശ്യം വരുമ്പോൾ നമ്മൾ എടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നമുക്കൊരു ആക്സിഡൻറ്റ് പറ്റി പെട്ടെന്ന് നമ്മുടെ കയ്യിൽ ബ്ലഡില്ല, ബ്ലഡ് ബാങ്കിൽ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ നമുക്ക് സ്കിന്ന് മാറ്റിവെക്കൽ അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് സ്കിൻ ബാങ്ക് എന്ന് പറയുന്നത്. അത് എവിടെയാണ്? ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ് സ്കിൻ ബാങ്ക് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. എവിടെയാണ് സ്കിൻ ബാങ്ക്? ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ്. അതുപോലെ തന്നെ നമ്മൾ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു വ്യക്തിയെ പറ്റി കേട്ടിട്ടുണ്ടാവും. ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഓക്കെ, ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ മുൻഗാമിയാണ് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, അതാണ് നമ്മൾ പറയുന്ന ഫസ്റ്റ് പോയിന്റ്. പിന്നെ അദ്ദേഹത്തിനെ പറ്റി പറയുന്ന നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കേരള നവോത്ഥാനത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷിയാണ്. ഓക്കെ, കേരള നവോത്ഥാനത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ അച്ചിപ്പുടവ സമരനായകൻ, അദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അച്ചിപ്പുടവ സമരനായകൻ. അപ്പം നമ്മൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറയണം. അത് ക്ലാസ് ആണെങ്കിലും ശരി, നമ്മൾ പഠിക്കുകയാണെങ്കിലും ശരി. എന്നാലാണ് ഇപ്പം ഞാൻ വീണ്ടും പറയുമ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ കിട്ടും. നിങ്ങൾ വീണ്ടും പറയുമ്പോൾ അത് നിങ്ങൾക്ക് തറവാകും. ഓക്കെ, അപ്പം ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആരാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ മുൻഗാമിയാണ്, ഒന്നാമത്തെ പോയിന്റ്. പിന്നെ കേരള നവോത്ഥാനത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷിയാണ് അദ്ദേഹം. അതുപോലെ അച്ചിപ്പുടവ സമരനായകൻ എന്നും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ പറയാൻ പോകുന്ന കാര്യം 2025 ജനുവരിയിലെ കറണ്ട് അഫേഴ്സാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 2025 ജനുവരിയിൽ 200-ാം ജന്മവാർഷികം ആചരിച്ച ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ 200-ാം ജന്മവാർഷികം ആചരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു 2025. കാരണം 1825 അദ്ദേഹം ജനിക്കുന്നത്. അവിടെ നിന്നും 200 വർഷങ്ങൾ എന്ന് പറയുമ്പോൾ 2025 ജനുവരിയിൽ. അപ്പം അന്നേരം അവർക്ക് 200-ാം വാർഷികം നമ്മൾ ആചരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങൾ എന്ത് ചെയ്യണം? ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, ഞാനിപ്പോൾ വളരെ 3 പോയിൻറ്റ്സിൽ നമ്മൾ എന്ത് ചെയ്തു? വളരെ സിമ്പിളായിട്ട് പറഞ്ഞു. പക്ഷേ എന്നാലും കൂടുതൽ വസ്തുതകൾ ഞാനിവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. കൂടുതൽ വസ്തുതകൾ നിങ്ങൾ ആ ഒരു വ്യക്തിയെ പറ്റി നോക്കിയിരിക്കണം എന്നുള്ളതാണ്. എന്ത് ചെയ്താൽ മതി? ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. ആരാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ? അദ്ദേഹം എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? അദ്ദേഹം എന്നാണ് മരിച്ചത്? അദ്ദേഹം എന്നാണ് ജനിച്ചതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. 1825 ജനുവരിയിൽ. ഓക്കെ, അത് മനസ്സിൽ ഉറപ്പിക്കുക. ഈ ഒരു 200-ാം വർഷത്തിൽ നമ്മൾ ആ ഒരു കഴിഞ്ഞ കൊല്ലം ജനുവരിയിൽ അദ്ദേഹത്തിൻ്റെ 200-ാം വർഷം നമ്മൾ ആചരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹമാണ് അച്ചിപ്പുടവ സമരനായകൻ. അദ്ദേഹം കേരള നവോത്ഥാനത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷിയാണ്. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് എന്ത് വേണമെങ്കിലും അവർക്ക് എന്ത് ചെയ്യാൻ ചോദിക്കാൻ പറ്റും. അപ്പം ഞാനിപ്പം ഇതുവരെയാണ് എടുക്കുന്നത്. അപ്പോൾ
അപ്പോൾ നിങ്ങളെന്താണ്, നിങ്ങൾക്ക് ഒരു ടാസ്ക്കായിട്ട് ഞാൻ തരികയാണെന്നുണ്ടെങ്കിൽ ആറാട്ടുപുഴ വേലായുധ പണിക്കരെ പറ്റി നിങ്ങളെന്ത് ചെയ്യുക, ഒരു നോട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 പോയിൻറ്റ്സ് കൂടാതെ ഒരു 5 പോയിൻറ്റ്സും കൂടെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എഴുതണം. ഓക്കെ, അതാണ് ഇന്നത്തെ ഞാൻ തരുന്ന ടാസ്ക് എന്ന് പറയുന്നത്. നമ്മൾ നാളെയും ക്ലാസ്സുകളിടും. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കും. നമ്മൾ ഇന്ന് പഠിപ്പിച്ച ഈ ഒരു ക്ലാസ്സിൻ്റെ റിവിഷൻ നാളെ നമ്മൾ ചെയ്യും. എന്നിട്ടേ നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോകുള്ളൂ. വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ പഠിക്കുന്ന അത്രയും തവണ നമ്മളെന്ത് ചെയ്യും, വീണ്ടും വീണ്ടും ഇത് പറയും എന്നുള്ളതാണ്. ഓക്കെ, ഒരിക്കലും നിങ്ങൾ പഠിക്കാതെ നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലോട്ട് പോകത്തില്ല. പക്ഷെ നമ്മൾ 1 മന്ത് കൊണ്ട് എന്ത് ചെയ്യും, ഈ ഒരു കറണ്ട് അഫേഴ്സ് എല്ലാ മാസത്തെയും കവറും ചെയ്യും. ഓക്കെ, അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ വീഡിയോ ഇടാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതായിരിക്കും കൂടുതൽ പ്രചോദനമാവുക അടുത്ത വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. എല്ലാവർക്കും ഇനി എഴുതാൻ പോകുന്ന എല്ലാ എക്സാംസിനും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം ബൈ.